ചില്ല് പിന്നെയും കാണാതായോ? പൊത്തി പിടിച്ചോ കുറച്ചേരം പിടിച്ചു നോക്ക്. അത് ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങള് ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ അവർ ലൈഫ്. അതെ, ഇന്ന് ഞങ്ങള് ചെറിയൊരു ചേഞ്ച് എത്തിന്. ഞാൻ ക്ലീനിങ്ങിനും ഞാൻ കുക്കിങ്ങിനും. അതെ, എനിക്ക് വല്ല അറിയൊന്നുമില്ല, നല്ല നമുക്ക് ട്രൈ നമുക്ക് നോക്കാം. മെനു എന്താ? പുട്ടും കടലക്കറിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കടല വെള്ളത്തിടാൻ പറഞ്ഞു. പുട്ടും പഴവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെ? പുട്ടും പഴവും. പിന്നെ ഉച്ചക്ക് ചക്കക്കുരു കറി വെക്കാനുണ്ട്. വർക്ക് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ചായ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചായ ആയില്ല. ചായ കഴിക്കണേ. മിച്ചറുണ്ട്, മിച്ചറും റസ്കും ഉണ്ട്. ചക്കക്കുരു പുട്ട് വേണം, അവർക്ക് പറ്റില്ല, ഞങ്ങൾക്ക് പറ്റും. പുട്ട് പറ്റും. കഴിച്ചു പോന്നൂടെ? നിങ്ങൾക്കറിയില്ല ഇവിടെ പുട്ടൊക്കെ കഴിക്കുന്ന്? ഞാനാ ഉണ്ടാക്കണതേ. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. നമുക്കൊന്നൊരു സ്ഥലം വരെ പോകാണ്ട്. എന്താ വെച്ചാൽ നമ്മളെ പേജ് ഉണ്ടല്ലോ, ഡ്രസ്സിൻ്റെ പേജ് ഫീഡ് ഫിറ്റ്. അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാനും വേണ്ടിയിട്ടൊന്ന് പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ ഒന്ന് കഴിച്ചണം. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ലേറ്റ് ആക്കിയാണ്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഉമ്മ അവിടെ മുറ്റടിച്ചേരി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പുറത്തുള്ള മെനു വായിക്കുക, പുട്ടുണ്ടാക്കുക. അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്കില്ല. അപ്പൊ പുട്ടുണ്ടാക്കിണ്ടാവൂല. ഞാൻ പറഞ്ഞത് എന്താ ഉണ്ടാക്കിനെന്ന്. നെസി ദോശമാവ് അരച്ചു, സാമ്പാർ കൊടുത്തേച്ചു, ഇവിടെ ഉണ്ടാക്കി. പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചോ, മുട്ട ബ്രെഡ്. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ വയ്ക്കുന്നു. അന്ന് എന്റെ കല്യാണം കഴിഞ്ഞുകൊണു, പക്ഷെ ഞാൻ പ്രസവിച്ചെടുക്കുന്നു. അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാം. അജ്മി പുട്ടിപ്പൊടി ഞങ്ങള് പ്രൊമോഷൻ കൊടുക്കാം. ഞങ്ങൾ എല്ലാവർക്കും വെറുതെ നല്ല പുട്ടുപൊടി കേട്ടോ. ഞങ്ങൾ ഇതന്നെ വാങ്ങല്. ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. പൊന്നുപോലെ നോക്കണം. അടുത്ത ജന്മത്തില് തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മ വേണം. ഞാൻ ചെറുതായിട്ടൊന്ന് തേങ്ങ ചെറുകിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് ഫുള്ള് ആണോ? ഒരു ഹാഫ് എടുത്താൽ മതിയാവും. നമുക്ക് അപ്പഴൊന്നും തിന്നൂലല്ലോ. ചൂടുള്ള അതില് പറഞ്ഞേ, ചിലവര് പച്ചള്ള പറയല്. നിങ്ങളെന്താ എടുക്കല്? അയിമ പറയുന്ന എന്താ വെച്ചാ എടുക്കും. പണിയുടെ ഓൺ പ്രോഗ്രസ്. നമ്മള് പുട്ട് നനച്ചു ഗൈസ്. ഞങ്ങളെ ഇവിടെ ഈ ഓയിലിന്റെ കുപ്പിക്ക് ഈ ഷോക്സ് ഇട്ടിട്ട് എല്ലാരും ചോദിച്ചിന് എന്താ സംഭവം. അപ്പം എന്താ വെച്ചാല് ഇതിമെന്ന് വരുന്ന ഓയിലൊക്കെ ഇവിടെ ഇങ്ങനെ തങ്ങിക്കും. എന്നിട്ട് ലാസ്റ്റ് ഇത് നമ്മളെ ഈ തറ ഇതാവില്ല, ഇത് വെക്കണ സ്ഥലം എരപ്പാവൂല. ഇതിങ്ങനെ വെച്ചുകൊടുത്താല് അടിക്ക് ഒഴിച്ചിറങ്ങണ പ്രശ്നമല്ല. ഇത് നാത്തുവിന്റെ ടിപ്പാണ്. നമ്മളെ നാത്തുവിന്റെ ഐഡിയ കേട്ടോ. നാത്തുവിന് പറയുമ്പോ എല്ലാവർക്കും ഞങ്ങൾക്കൊരു ഇതുണ്ട്. അപ്പൊ ഞങ്ങള് നാത്തുവിന്റെ പേര് നെസ്സി. അപ്പൊ ഞങ്ങൾ ഇനി നെസ്സി എന്നേക്കാരം പറയാം. നെസ്സി വന്നപ്പോ ചെയ്തു പോയ ഐഡിയ ആണ്. അതെ, നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കും അങ്ങനത്തെ ഐഡിയകളൊന്നും തലയിൽ ഉദിക്കാറില്ല. വേണ്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഷോക്സിന്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. എന്റെ പുട്ടുപൊടി നോക്കൂ. ഒരു പുട്ടുണ്ടാക്കല ഭാരതത്തെ തമ്പനയിലെ ഒരു ഫോട്ടോ എടുക്കണം. പുട്ടും കുറ്റി കൊണ്ട് വെക്കണേ. ഇതൊന്നും അറിയാത്തേ? പുട്ട് കാണാല്ല. അതിന്റെ അയിമ തന്നെ ചില്ല. ചില്ല് ഇതാ അവിടെ ഗൈസ്. ചില്ലിടാതെയാണ് പുട്ടിട്ടത്. തെറ്റുണ്ടാവും. നമ്മളിനി എന്ത് ചെയ്യും? പുട്ട് ഫുൾ ഇടിക്കാ ചാടിയ. ഞങ്ങളെ പുട്ടുകൂറ്റി കുറച്ച് പഴകിയതാട്ടോ.
ചെറിയൊരു ഞെളുക്കും കുളുക്കൊക്കെ വന്നിക്കണു, വേറെ സീനൊന്നുമില്ല. അത് പിന്നെ ഇവിടെ അധികം ഈ സംഭവം ഉണ്ടാക്കില്ല, അതാണ് പിന്നെ പുട്ടും കുറ്റിമക്കാണ് തിരിയാത്തത്. ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഉണ്ടാക്കുള്ളൂ പുട്ട്. അതോ ചില്ല് ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിയോ? മൊത്തത്തില് പാളലാണ്. അപ്പൊ ഞങ്ങള് വീണ്ടും അടുത്ത നെക്സ്റ്റ് ട്രൈയിങ് ആണ്. അതെ അതെ, അത് പാളി. ഇതെന്താവോ നോക്കഞ്ഞ്. ഈ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നായിട്ട് ഇങ്ങനെ ആകെ ഒരു പൂത്തിരെത്തിച്ച മാതിരി അരപ്പാവും. അപ്പൊ ഇനി നമ്മൾ ഈ സാധനം മറക്കൂല. ഇങ്ങനെയാണല്ലോ ഓരോന്ന് പഠിച്ച. ഇങ്ങനെ പൊത്തി പിടിച്ചോ, കുറച്ചേരം പിടിച്ചു നോക്ക്. അതല്ല ഇതിമ്മ മൂടിയൊക്കണ്ടേ? ഒട്ടത്തിയ സാധനം ഇട്ടോര് അല്ല ഇട്ടിട്ടില്ല. ഇട്ടിട്ട് അതിന്റെ മൂടില്ല നമ്മളെ കയ്യില്, അതുകൊണ്ട് ചിരട്ടൊക്കെ വെച്ചാൽ മതി. അങ്ങനൊക്കെ വെക്കലുണ്ട്. ഞാൻ പുട്ട് തിന്നല് മാത്രമേ ഉള്ളൂ. ഈ കൈ കൊണ്ട് മൂടി വെക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ വെച്ചാൽ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാറിക്ക്, ഇത് ചൂടാണേ. യൂട്യൂബ് നോക്കിയെടുത്ത് ഉണ്ടാക്കാറുണ്ട്, ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണ് വരാത്ത? ഇങ്ങ പൊട്ടി പൊട്ടി പോന്നു. അത് എന്താ അറിയില്ല, ചെറിയ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. ചില്ല് പിന്നെയും കാണാതായോ? പോയോ? ഫെമി കാര്യമായിട്ട് നടക്കുന്നു കേട്ടോ പുട്ടൊക്കെ. എനിക്ക് പുട്ട് പറ്റൂല, പക്ഷെ ബെൾ ഉണ്ടാക്കിയപ്പോ തിന്നാറിനില്ലെങ്കിൽ കഴിഞ്ഞപ്പൊന്ന് എത്ത് കിട്ടലുണ്ടാവല്ലോ ഒന്ന്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. പുട്ടും പഴമാണ് കേട്ടോ. പഴം ഇന്നലെ കൊണ്ടുവന്ന് വെച്ച പഴം ഉണ്ടായിരുന്നു. അങ്ങനെ പുട്ടും പഴമൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കൊക്കെയുള്ളത് നോക്കണം. ഉച്ചക്കൊക്കെ ഒരു കറിയും പിന്നെ പൊന്നാങ്കണ്ണി ചീര ഉപ്പേരിയും പിന്നെ ചിക്കൻ പൊരിച്ചാന്നാണ് വിചാരിച്ചത്. ഫെമിയപ്പോത്തിന് തന്നെ പാത്രമൊക്കെ കഴുകിച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ ഇനി ആകം അടിച്ചു വാരി തുടക്കാൻ പോട്ടെ. പിന്നെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ പണി വെച്ചിട്ട് വേഗം പോകണം. ഞാനും ചീര അരച്ചാൻ പോട്ടോ. ഇതാണ് ഞങ്ങളെ കൃഷിത്തോട്ടം. ഗാർഡനിക്കുള്ള എൻട്രി കണ്ടകള് മാസാക്കി വെച്ചു കേട്ടോ. ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു, ആർച്ച്. ഗായ്സ് ചീര പറിക്കാണ്. ചീരക്കെന്താ പേരൊക്കെ എന്താ ചീരന്റെ പേര്? പൊന്നാങ്കണ്ണി. എന്തൊരു കണ്ണി. ഗായ്സ് ഇപ്പിമ്മയാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ കൃഷിക്കാര്. ടെറസിലായിട്ടും ഒരുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഗായ്സ് ഞങ്ങൾ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണാണ്. ഇവിടെ അങ്ങനെ മരമുള്ള ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ കാണാം കേട്ടോ. ഇതൊക്കെ ഉമ്മയിപ്പിയാണ് ഫുൾ നോക്കല് കാര്യങ്ങള്. അപ്പോൾ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനം കേട്ടത്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. പക്ഷേ ചെറിയ ഇല ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് ഓരോ ഇലയും നുള്ളി എടുത്താക്കുമ്പോഴത്തേന് ആ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ നല്ല സാധനം കേട്ടോ. അപ്പം അതവിടെ ആയോണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അടിച്ചടി തുടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ റൂം ആകെ അലങ്കോലാക്കിയിട്ടിരിക്കണ ഐസ്. ഞാനേ രാവിലെ ഞങ്ങൾ എന്താണ് ഡ്രസ്സിൻ്റെ ഇത് ഫോട്ടോ എടുക്കാൻ പോവാണ്ട് പറഞ്ഞില്ലേനോ. അപ്പം മൂപ്പരാക്ക പോരാനും വേണ്ടിയിട്ട് രാവിലെ തന്നെ ഓൻ്റെ ഡ്രസ്സ് തപ്പിയതാണ് ആൾ പറയുന്നത്. ഫുള്ള് എടുത്ത് ഇവിടെ ഇട്ടിക്കണം. എനിക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം അടിച്ചു വാരി തുടക്കണമെങ്കിൽ. റൂം ആകെ ഇരപ്പാക്കിയിട്ടാണ് പോയത്. എനിക്ക് ഈ മേലത്തെ ജനവാതിൽ തുറന്നിടണം, പക്ഷെ എനിക്കിപ്പോൾ പേടിയാണ്. ആ സൈഡ് ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ അതിഥി വന്ന് കയറും. അപ്പോൾ പിന്നെ വന്ന് കയറിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടിച്ചു വരികയാണ്. നിറച്ച് കച്ചറുണ്ട് കേട്ടോ. അത് ഇന്നലെ മോന് റൂമിൽ ക്രാഫ്റ്റിൻ്റെ എന്തൊക്കെയോ പരിപാടി നടത്തിയതാണ്. രാത്രി ഉറങ്ങാതെ തേനു എനിക്ക് പണി. അപ്പം അതിൻ്റെ ചപ്പും ചവറൊക്കെയാണ് ഈ കാണുന്നത്. അടിച്ചേരി കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ട് തുടച്ചെടുത്തു. അങ്ങനെ അകത്തത്തെ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ ചക്കക്കുരു പുഴുങ്ങി റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങളിവിടെ ചക്കക്കുരു കറി ഉണ്ടാക്കുമ്പം ചക്കക്കുരു ആദ്യം ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കും, തൊലി കളയണതിൻ്റെ മുന്നേ. എന്നിട്ട് പിന്നെയാണ് തൊലി കളയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള, അത് പോവാതെ കിട്ടുട്ടോ തൊലി കളയുമ്പോൾ. അതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട്. നമുക്ക് എല്ലാത്തിനും കുറേ ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റേക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ചിക്കൻ കൊണ്ടുവന്നീനു. അപ്പോൾ നമ്മൾ ഉച്ചക്ക് അത് പൊരിക്കാമെന്നാണ് വിചാരിച്ചത്.
വെച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കഴുകിയെടുക്കുന്നുണ്ട്. ചോറ് വെക്കാൻ മറന്ന കാര്യം ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് വെക്കാൻ വിചാരിച്ചു. കറണ്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കിയേക്കാന്ന് വിചാരിച്ചു. കറണ്ട് അടുപ്പ് എന്താ ഓവൻ്റെ മേലെ വെച്ചതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ഇവിടെ മോനായ്മ കളിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ മേലെ വെച്ചത്. പിന്നെ എപ്പോഴും അത് യൂസ് ആക്കലുമില്ല. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചോറ് വെക്കാൻ അങ്ങനെയൊക്കെ എടുക്കലും. ആ നേരം കൊണ്ട് ഫെമി അവിടെ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈവനിങ്ങിന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ പുഴുങ്ങി വെച്ചാൽ ഈവനിങ് ആകുമ്പോഴത്തേന് ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ എളുപ്പമാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിലിട്ടിട്ട് വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മളെ ചിക്കൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചോറും തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടോ. ചോറുമായി, ചക്കക്കുരു കറിയായി, ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചീരപ്പേരും കൂടി ഉണ്ടാക്കാൻ. പിന്നെ ഫെമി അകടിച്ചിരിട്ടീനു. പിന്നെ ഞാനൊന്ന് തുടച്ചെടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഇവിടെ ഒരു പരിചയക്കാരെ വീട്ടിൽ കാട്ടോ പോകണം. കഷ്ടപ്പാടിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട കേട്ടോ. അജി ഇരുന്ന് റെഡി ആയിട്ടില്ല, അങ്ങനെ ഡ്രസ്സൊന്നും റെഡി ആയിട്ടില്ല. കഷ്ടപ്പാടായിട്ട് നിൽക്കുക കേട്ടോ. എന്താ അവസ്ഥ, കുഴങ്ങിയോ? ഗായ്സ് വീഡിയോ എടുക്കാനുള്ള ഭയങ്കര കഷ്ടപ്പാടാട്ടോ. ഓന്റെ അവസ്ഥ കാണിച്ചു കേട്ടോ. മറിച്ചോനെ ഞങ്ങൾ പേടിച്ചിട്ടോ ഗായ്സ്. ഞങ്ങള് വണ്ടിട്ട് ലോക്കാക്കിയതല്ല, ഓൻ തന്നെ ലോക്കാക്കിയതാണ് കേട്ടോ. വേർത്തൊലിച്ചതാ വരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത ആളാണ് ഈ ഇരിക്കുന്നത്. ഇവനെ സത്യത്തിൽ ഇവനെ വെച്ച് മാനേജ് ചെയ്യണം വൺ റിസ്ക് ആട്ടോ. ഇവനെ വെച്ച് ഉള്ള റിസ്ക് ഭയങ്കര റിസ്ക് ആണ്. ലോക്കാക്കണ്, വണ്ടിമേ കളിക്കണ്, എല്ലാ വിക്രസും ആസാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇന്നത്തെ കഴിഞ്ഞു. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു വൈക്കായിരുന്നു. അപ്പോൾ പിന്നെ പോരുന്ന വൈക്ക് ഞങ്ങളൊരു കരിക്ക് ജ്യൂസിൻ്റെ കട കയറി. രസമുണ്ടോ? ഓൻ ഇൻവേർട്ടർ ആയിരുന്നു കേട്ടോ. ഓന് രസമുണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. രസമുണ്ടോ? രസമുണ്ട്. സ്ട്രോക്ക് ഒഴിവാക്കി അങ്ങനെ ജ്യൂസ് കുടിച്ച് വീട്ടിൽ പോയി. ദാഹമൊക്കെ ഒന്ന് കുറഞ്ഞു, പക്ഷെ നല്ല വിശപ്പുണ്ടേനി. പിന്നെ വീട്ടിലെത്തിയവരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങൾ പോയവരെ ചമ്മന്തിയും ഉപ്പേരിയൊക്കെ ഉമ്മയായിട്ട് ഉണ്ടാക്കിയത്. ഞങ്ങൾ അത് ഫുള്ളാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതാ എല്ലാം സെറ്റായി. ഞങ്ങളിപ്പോൾ ഞാൻ ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ ഒന്ന് ഉറങ്ങി നീച്ചിട്ട് വീണ്ടും അടുക്കളയ്ക്ക് വന്നിക്കണം. വൈകുന്നേരത്തേക്ക് നമ്മൾ ചായക്ക് പകരം ഇന്ന് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് ജ്യൂസും പിന്നെ മറ്റേതും കട്ട്ലേറ്റും ഉണ്ടാക്കാതിരിച്ചു. ഉച്ചക്ക് പൊരിച്ച കുറച്ച് ചിക്കൻ പീസ് ബാക്കിയുണ്ട്. അപ്പോൾ അതെടുത്താണ്ട് കട്ട്ലേറ്റും ക്യാരറ്റ് ജ്യൂസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കിഴങ്ങ് എടുക്കാൻ നോക്കിയപ്പോഴാണ് നമ്മളെ വാനിലേൻ്റെ ഐസ്ക്രീം അവിടെ കൊണ്ടുവന്ന ചോർമായത്. അപ്പോൾ പിന്നെ അത് തിന്നിട്ടാക്കാന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചു. എന്തിനാണ് നേരത്തെ നീച്ചണേ? കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വർക്കിന് പോണ്ടേ? ആർക്ക്? ഞങ്ങൾ വർക്കിന് പോയി. കട്ട്ലേറ്റ് വർക്കിന് പോവാൻ അവിടെ ചായക്കടി ഉണ്ടാക്കും. ഞങ്ങൾ വർക്കിന് പോകുമ്പോ അവിടെ ചായയും കടി ഉണ്ടാക്കല്. അപ്പല്ലേ ഐസു കേട്ടോ ഗൈസ് കട്ട്ലേറ്റ് ഉണ്ടാക്കണേ. ഐസുവിന് ഉച്ചക്ക് ഉറങ്ങാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കിടത്തി ഉറക്കിയാൽ തന്നെ ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങുള്ളൂ. അപ്പോൾ എന്തിനാ പെട്ടെന്ന് നീച്ചണമെന്ന് ചോദിച്ചാലുള്ള മറുപടിയാണത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും കട്ട്ലേറ്റിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് ഇവിടെ അല്ലേ കട്ട്ലേറ്റ് തിന്ന ഒരാൾ വന്നിക്ക. ഞാനിപ്പോ തിരിച്ചു പോയി വിളിച്ചിട്ടിരുന്നൊക്കെ അവസ്ഥ. ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ തിന്ന് സ്റ്റാർട്ട് ചെയ്തതാ. അപ്പോൾ ഓന് വന്ന് നോക്കുമ്പം ഞങ്ങൾ പണി തുടങ്ങണുള്ളൂ. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്ന് സാവധാനം ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ കട്ട്ലേറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പൊരിച്ച കുറച്ച് ചിക്കൻ അതും ഉണ്ട്.
രണ്ടും കൂടി ആക്കിയിട്ട് കട്ട്ലേറ്റിന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ രാവിലെ പുഴുങ്ങി വെച്ച ക്യാരറ്റാട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റും പിന്നെ ഈത്തപ്പഴം കൂടി കൂട്ടിയാണ്ടാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ നമുക്ക് ഷുഗർ ഇടേണ്ട ആവശ്യമില്ല, ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഫ്രീസർക്ക് വെക്കുന്നുണ്ട്, കാരണം നമ്മൾ കട്ട്ലേറ്റൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് നല്ലോണം തണുത്തോളൂല്ലോ. ഇപ്പോൾ ചൂടായതുകൊണ്ട് തണുപ്പാണല്ലോ നമുക്ക് വേണ്ടത്. ഫെമി അവിടെ കട്ട്ലേറ്റിൻ്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 2 മുട്ട ഇട്ട് എടുക്കുന്നത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് പൊതുവേ ഈ കടയിൽ നിന്ന് വാങ്ങണ കട്ട്ലേറ്റ് എന്താണെന്നറിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടലില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മതിയാവില്ല തിന്നാൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കട്ട്ലേറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഫെമി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ, അപ്പോൾ പാത്രം കഴുകുന്നുണ്ട്. ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചൺ ഒരു പരിവായിന്. അപ്പോൾ പിന്നെ ഒന്ന് തുടച്ചെടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾ സാധാരണ രാത്രി എല്ലതും കഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കലുണ്ട്. പിന്നെ ആരൊക്കെ കമൻറ്റിൽ പറഞ്ഞു രാത്രി അടിച്ചു വാരി തുടക്കാൻ പാടില്ല എന്നൊക്കെ. സംഭവം ശരി തന്നെയാണ്, പക്ഷേ നൈറ്റ് നമ്മൾ അടിച്ചു വാരി തുടച്ചിട്ടാൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പം നല്ലൊരു സുഖീകാരം. അപ്പോൾ ഇതാ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ജ്യൂസ് എടുത്തുകൊണ്ടൊന്നു. ഉമ്മ ഇല്ല കേട്ടോ, ഒന്ന് ഈവനിങ് നമ്മളെ കൂടെ ചായ കുടിക്കാൻ ഉമ്മക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഉമ്മ പുറത്തു പോയതാണ്. കാത്തിരിപ്പിന് ശേഷം കട്ട്ലേറ്റ് ഇട്ടോ, സംഗതി രസമുണ്ട്. കുറച്ച് ടൈം അയക്കണം, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ചായക്ക് ഒഴിവാക്കി ഇപ്പൊ ഫുൾ ജ്യൂസാണ്. എങ്ങനെപ്പാ സൂപ്പർ അല്ലേ? സംഗതി തിരക്കില്ല, സൂപ്പർ എന്നാ പറഞ്ഞു. ഐസു എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ നന്ദി.